ഇവിടെ ഒരു ക്ഷേത്രത്തിൽ വന്നപ്പം വരുന്നവരുടെയൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മലയാളത്തിലും കിടക്കട്ടെ നമ്മുടെ പേര്. സുമേഷ് സ്വർണം സ്വർണ്ണപ്പൻ ഇങ്ങനെ ഞാൻ എഴുതുന്നത് കേട്ടോ. അല്ല, സ്വർണ്ണപ്പൻ സുമേഷ് അയവ അവിടെ കിടക്കട്ടെ. ഇതൊരു ബാവയുടെയാണ് കേട്ടോ. ബാവയുടെ ഒരു മന്ദിരമാണ്. വൃന്ദാവനത്തിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് ചെക്കിങ് ആണേ, അതല്ല കേട്ടോ. അവന്മാരെ കൊണ്ട് ബാരിക്കേഡ് പിടിപ്പിക്കാനെടുത്ത മുടിഞ്ഞ വെച്ച എടുത്ത കാര്യം യൂപി പൊളിക്കുക കേട്ടോ. അവന് നിക്കാൻ വയ്യേ, മുടിഞ്ഞ വെച്ച. പ്രേമന്നൻ്റെ അവിടെ പോകാൻ വേണ്ടിയിട്ട് 150 രൂപ പറഞ്ഞിട്ട് ഒരു ഓട്ടോയിൽ കയറി. അവൻ ഭയങ്കര ഫിറ്റാണ് കേട്ടോ, അടിച്ച് തപ്പിയിരിക്കുക. എന്നിട്ടുള്ള ഊടുവഴി കൂടെ മുഴുവൻ കൊണ്ടുപോകും. ഇത് കണ്ടോ, കൊണ്ടുവന്നൊരു ചള്ളക്കകത്തന്നെ അങ്ങോട്ട് താത്ത്. സത്യം പറഞ്ഞാണ്ടല്ലോ, ഞങ്ങൾക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം വിജനമായ സ്ഥലമാണ്, ആരുമില്ല. ടെൻഷൻ അടിച്ച് ഏകദേശം ഒരു 10-20 മിനിറ്റ്. ഇപ്പോഴേ ഞങ്ങൾ മനസ്സിൽ കരുതി മെയിൻ റോഡ് വന്നു കഴിഞ്ഞാൽ അവന്മാരെ ഒഴിവാക്കുക എന്നുള്ള ബുദ്ധിയിൽ നിന്ന്. മെയിൻ റോഡിലെത്തി ശ്വാസം നേരം ഇവിടെ ശരിക്കും പേടിച്ചു കൊല്ലു. ഇവരൊക്കെ നമ്മൻ പറ്റുമല്ലോ. ആ റോഡിലൊക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്തു പോയെങ്കിലേ ഒന്ന് ആലോചിച്ചോളൂ. ഓ, നമ്മുടെ ഒന്നും ഇല്ല ആരും. ആ പടം ഇതിന്റെ സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നോ, എന്തായാലും പേടിച്ചു. അതുകൊണ്ടാ ഇവിടെ ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റിയാണ്. അതുകൊണ്ട് റോഡിലെല്ലാം പോലീസാണ് കേട്ടോ. അത് പേര് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാ ഞാൻ പിന്നെ മറ്റു ചേർത്ത്. വൃന്ദാവനത്തിനടുത്തുള്ള രാധാ ഗോവിന്ദ് മന്ദിരമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇത് നല്ലൊരു മാർബിളില്ല കേട്ടോ. ഇതോ മാർബിളാ, വെണ്ണക്കൽ രാധാമാധവ് അല്ലേ. നല്ല ബിൽറ്റാണ്, വൈറ്റ് മാർബിളിൽ ചെയ്ത് വെച്ചേക്കുക. കുറേ നിലയൊക്കെ ആയിട്ട് എല്ലാം ഹിന്ദിയിലാണ് ഇവരെല്ലാം എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര കറക്റ്റായിട്ട് പ്രൊണൗൺസിയേഷൻ കിട്ടത്തില്ലേ. കൊള്ളാം, നല്ല രസമാണ്. ഇവിടുത്തെ എല്ലാം നല്ല ഏരിയയുണ്ട്. അതുപോലെ തന്നെ മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചേക്കുന്നുണ്ട്. ഇത് കണ്ടോ, അഭിമന്യു ചക്രവ്യൂഹത്തിലാകപ്പെട്ടതിൻ്റെ ആ കണ്ണ്. ബാണസോക്ഷപർ ശ്രീഹിഷാവൻ ഭീഷ്മരുടെ ശരശയ്യ. കൃഷ്ണന് ഗോപിമാരോടൊപ്പം ചിരകൃഷ്ണ ലീല. ശ്രീ നന്ദൻ കൃഷ്ണ, ഇതെല്ലാം കൃഷ്ണൻ്റെ ആണ്. ഭഗവാൻ ശിവ പൂജകൾ. രാമൻ ശിവനെ പൂജിക്കുന്നത്. ഇതെല്ലാം ഇതുണ്ടോ, ഹനുമാനെ മരുത്തോമലയുമായിട്ട് വരുന്നത്. അടിപൊളി. ലക്ഷ്മണൻ ആ കിടക്കുന്നേ, അത് കൊള്ളാം. കരഞ്ഞുകൊണ്ടിരിക്കുക. ഹനുമാൻ വന്നില്ല, വർഷങ്ങളായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് കൊള്ളാം. നമ്മൾ ഈ മന്ദിരത്തിന് ഉള്ളിൽ കയറണേലേ 10 രൂപ ടിക്കറ്റ് എടുക്കണേ. അപ്പം ആ മന്ദിരത്തിൻ്റെ അടിയിലത്തെ നിലയിൽ ഒരു മ്യൂസിയം പോലെ മഹാഭാരത കഥകളും ഹിന്ദു ഇതിഹാസ കഥകളും ഒക്കെ ഇങ്ങനെ ഓരോ രൂപങ്ങളാക്കി വെച്ചേക്കാണ്. അത്യാവശ്യം നമുക്കൊന്ന് കണ്ടിറങ്ങാനുള്ള ഒരു രസമൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, രാധയും കൃഷ്ണനും വൃന്ദാവനത്തിൽ ഇരിക്കുന്നതും ഇങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കുകയാണ്. ഇതിൻ്റെ മേളിൽ നമുക്ക് കയറാമേ. ഇത് ഈ ഒരു സമയത്ത് പണി കഴിപ്പിച്ചതാണ്, അധികം കാലമായിട്ടില്ല. ആധുനികമായ ഒരു ക്ഷേത്രമാണിത്. നല്ല വ്യൂസാണേ. ഇത് കണ്ടോ, കൊള്ളാം. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ടേ. കുളമൊക്കെ ആയിട്ടേ നല്ല രസമാണ് കാണാൻ. ഇതുണ്ടോ,
നല്ല മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അടിപൊളി. കൃഷ്ണനും രാധയാണ് ഇവിടെ എല്ലാം. മധുര മുഴുവൻ കൃഷ്ണനും രാധയാണ് കേട്ടോ.